പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം എല്ലാവരും കാണുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഈ ലോകത്തിനകത്ത് വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വളരെ കഷ്ടതകളും എന്തു സംഭവിക്കും എന്നറിഞ്ഞൂടാത്ത ഒരു വല്ലാത്ത ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും നമ്മെ നടത്തുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയത്രേ വേണ്ടത്. അതുമാത്രമല്ല, ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ് എന്നത് വ്യക്തമായി ലോകത്തിൽ പല വ്യക്തികളിൽ നിന്നും കിട്ടിയ സാക്ഷ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങളോട് പറയുന്നു. കാരണം ദൈവവചനമാണ് നമുക്ക് ആശ്വാസം. കാരണം ദൈവവചനത്തിൽ ജീവനുണ്ട് എന്നുള്ളത് വളരെയധികം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഫിലമോൻ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ എഴുതാനുണ്ടായ സാഹചര്യം, എന്തുകൊണ്ടാണ് എഴുതിയത്, ആര് പറ്റിയത് എന്നതിനെ കുറിച്ച് ഷോർട്ടായിട്ട് നമ്മളടുത്ത് പറയുവാനായിട്ട് ഇടയായി. ഇന്നും വളരെ ഷോർട്ടായിട്ട് തന്നെ ചില കാര്യങ്ങൾ ഫിലമോൻ പുസ്തകത്തെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ഫിലമോൻ എന്ന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. ഫിലമോൻ എന്ന പുസ്തകം എഴുതാനുണ്ടായ കാര്യം നമുക്ക് അറിയാമല്ലോ. ഓനെസിമോസ് എന്ന് പറയുന്ന വ്യക്തി ഈ കാരാഗ്രഹത്തിലേക്ക് അകപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ പൗലോസും തീമത്തിയോസും ഈ ഓനെസിമോസിനെ കാണുകയും അവരോട് സംസാരിക്കുകയും ഇടയായി. അങ്ങനെയാണ് ഈ ഫിലമോൻ എന്ന ആ ചെറിയ ഒരു സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഈ ഒരു ലേഖനം എഴുതി കൊടുക്കുവാനായിട്ട് ഇടയാകും. ആമേൻ. അവിടെ പറയുന്നത് ഇത് കാരാഗ്രഹത്തിൽ നിന്നും ഉരുവായതായ ഒരു ലേഖനമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാനൊരു കുറ്റക്കാരനായിട്ടല്ല അവിടെ ജയിലിനകത്ത് അകപ്പെട്ടത്, ക്രിസ്തുവിന്റെ തടവുകാരനായിട്ടാണ് ഞാൻ ആ ജയിൽവാസം അനുഭവിക്കുന്നത് എന്ന് പൗലോസ് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയാകുന്നത്. ഇതിന്റെ പൗലോസിന് മറ്റൊരു പ്രത്യേകതയോട് കൂടിയാണ് അവിടെ എഴുതുന്നത്. തൻ്റെതായ അധികാരത്തിൽ അല്ലെങ്കിൽ ഞാനൊരു പാസ്റ്റർ എന്ന ആ ഒരു അധികാരത്തിലല്ല ഫിലമോന് ലേഖനം എഴുതുവാനായിട്ട് ഇടയായത്. സ്വന്തം സഹോദരനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ എന്ന് നാം കരുതിയാണ് അവിടെ ലേഖനം എഴുതുവാനായിട്ട് ഇടയായത്. അവിടെ ഒരു അപേക്ഷയും കൂടി ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇത് കേട്ടതാണ്. ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. അവിടെ പറയുന്ന ഒരു ഭാഗം ഈ ഒരു അപേക്ഷയുമായിട്ടാണ് ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയാകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫിലമോന് വേണ്ടി എഴുതുന്ന ഒരു കത്ത് എന്നാണ് നമുക്കത് കൂടുതലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 1-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തടവുകാരനായിരിക്കുന്ന പൗലോസും തീമത്തിയോസും ഈ കാരാഗ്രഹത്തിനകത്തുണ്ടായിരുന്നു. ഇവിടെ എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവിടെ 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. 2 സഹോദരിയായ അപ്പിയാക്കും ഫിലമോനും പിന്നെ സഹപടനായ ആർക്കിപ്പോസിനും ഇങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയാണ് അവിടെ ലേഖനം എഴുതുവാനായിട്ട് ഇടയാകുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ആ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, അവരൊക്കെയും ഈ ആലയത്തിനകത്ത് ആരാധിക്കുന്ന വ്യക്തികളാണ്. ഈ ഫിലമോൻ എന്ന് പറയുന്നത് ആ ദേശത്തിലെ ഒരു നേതാവായിരുന്നു. ഇവനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനാണ്. ഇവനൊരു നേതാവാണ്. ഇവന്റെ കീഴിൽ ഒത്തിരി തടവുകാരുണ്ട്, ഒത്തിരി അടിമകളുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു കുടുംബ പശ്ചാത്തലവനുണ്ട്. ഇവന്റെ ഭാര്യ എന്ന് പറയുന്നത് അവിടത്തെ ഒരു മറ്റുള്ളവരെ ഭരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് എന്നതിനെ കുറിച്ചൊക്കെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെ മനസ്സിലാക്കണം. ഒരു സാമ്പത്തിക ശേഷിപ്പുള്ള
ഒരു വ്യക്തിയാണ്. ഈ വീട്ടിലുള്ള സഭയുടെ ശുശ്രൂഷകൻ ഫിലോമോൻ ആയിരിക്കാം എന്നൊരു നിഗമനം കൂടി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ അതിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ഈ ലേഖനം എഴുതുവാനായിട്ട് ആരംഭിക്കുന്നത്. കാരണം ഇവരുടെ ജീവിതത്തിനകത്ത് അവൻ ഏറ്റവും അധികമായിട്ട് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അവൻ വെളിപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മാത്രമല്ല ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവം അവിടെ ആവശ്യമാണ്. കാരണം ഇവർക്ക് പല അടിമകളുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു ചിന്തയിലായിരിക്കും ആ സഭ നടന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലേഖനം എഴുതുവാനിടയായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഈ അടിമകളെ ഭരിക്കുന്നത് പോലെ സഭ നടത്തുന്ന ഒരു അനുഭവമായിരിക്കാം അവിടെ നടക്കുന്നത്. അതിൽ നിന്നും മാറി വരണം, ആ ചിന്തയിൽ നിന്നും മാറി വരണം. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അടിമയും അധികാരത്തിലിരിക്കുന്നവരും ഒരുപോലെയാണ്. അപ്പനും മക്കളും ഒരുപോലെയാണ്. എല്ലാവരും ഒരപ്പത്തിന്റെ അക്ഷികളാണ് എന്ന ചിന്ത അതിനകത്ത് വരേണ്ടതിന് വേണ്ടിയാണ് ഈ പൗലോസ് ഇങ്ങനെ എഴുതുവാനായിട്ട് ഇടയാകുന്നത്. ഇന്ന് ലോകത്തിനകത്ത് പല സഭകളും വിശ്വാസികളെ ഒരു അടിമ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള സഭകളിലും വളർച്ചകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കഴിയുന്നില്ല. പല വ്യക്തികളും വരുന്നുണ്ടെങ്കിലും അതിനകത്ത് ഉറച്ചു നിൽക്കാതെ വീണ്ടും ഒരു ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ സകലരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഈ ഇടയ്ക്ക് ഒരു സങ്കടകരമാകുന്ന ഒരു കാര്യം കാണുവാനായിട്ടിടയായി. ഏകദേശം 40ഓളം വ്യക്തികൾ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സഭ പെട്ടെന്ന് തന്നെ അവിടെ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം ആ സഭയ്ക്കകത്ത് ഏകദേശം ഒരു 10-15 വ്യക്തികൾ ആരാധിക്കുന്ന സഭയായി മാറി. വലിയ സഭയാണ്, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം കാണാനായിട്ടിടയായി. അത് വളരെ സങ്കടകരമാകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുവാനിടയായി. ആ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ചിലതെനിക്ക് മനസ്സിലായത്. ആ സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം വിശ്വാസികളെ അടിമകളായി കാണുമ്പോൾ ഉണ്ടാകുന്നതായ ചില അനുഭവങ്ങളാണ്. അപ്പൊ ഫിലോമോൻ എന്ന സഭയിലും ഈ ഒരു വിഷയം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഓനേസിമോസ് ചെറിയൊരു തെറ്റ് ചെയ്തപ്പോൾ അവനെ കാരാഗ്രഹത്തിലാക്കിയതും ഇങ്ങനെ ഒരു അപേക്ഷ ലെറ്റർ ഫിലോമോന് വരുവാനായിട്ട് ഇടയായതും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. അവിടെ ഒരു നേതാവില്ല, ആ സഭയ്ക്കകത്ത് ഒരു നേതാവില്ല, സഭയ്ക്കകത്ത് ഭരണകർത്താക്കളില്ല. അവിടെ എല്ലാവരും ഒരുപോലെ എന്ന ഒരു അനുഭവമാണ് വരേണ്ടത്. അവിടെ ഒരപ്പത്തിന്റെ അംശികളായിട്ട് വേണം അവിടെ പെരുമാറേണ്ടത് എന്നത് വ്യക്തമായി നാം രേഖപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഈ സഭ. പക്ഷെ ഇന്ന് സഭയ്ക്കകത്ത് പല വേർതിരിവുകളുണ്ട്. ഇന്ന് സഭയ്ക്കകത്ത് ഒത്തിരി അധികാരങ്ങൾ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സഭയ്ക്കകത്ത് എല്ലാവരും ഒന്നാകണം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് ഇന്ന് സഭകൾ മാറാമെങ്കിൽ ഒത്തിരി വ്യക്തികളെ ക്രിസ്തുവിലേക്ക് ഈ അന്ത്യ കാലഘട്ടത്തിൽ നേടുവാൻ കഴിയും എന്ന് നമുക്ക് വളരെ അധികം മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു വീഡിയോ കാണുവാനിടയായി. ഏതോ ഒരു ദേശത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ആ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ജാതിയെ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒറ്റ ജാതി എന്ന ഒരു ചിന്തയിലേക്ക് അവിടെ കടന്നു വരുവാനേ. ആ പിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സന്തോഷം തോന്നി. അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ സഭയ്ക്കകത്ത് വരാമെങ്കിൽ പ്രിയരെ, നമ്മുടെ സഭ വളരുകയും മാത്രമല്ല ഉണർവിന്റെ ഒരു പെരുമഴ തന്നെ നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ടാകാനായിട്ട് ഇടയാകും എന്നത് സത്യമായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശു ക്രിസ്തുവിൽ നിന്നും അല്പം മാറി വേണം എല്ലാവരും നടക്കണം എന്ന് അവിടെ യേശു ക്രിസ്തു പറഞ്ഞതായിട്ടില്ല. ശിഷ്യന്മാരും പുരുഷാരും എല്ലാവരും ഒരുപോലെ അവിടെ നടന്നു പോകുന്ന ഒരു കാഴ്ച. ഇന്ന്
ദൈവദാസൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പാടില്ല. ദൈവദാസൻ വരുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പലവിധമാകുന്ന കാര്യങ്ങളിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അടിമതത്വം സഭയ്ക്കകത്ത് നിന്നും മാറുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടും. നിങ്ങളൊന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ പോകുന്ന സഭയ്ക്കകത്ത് സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടോ? അത് പല സഭകളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് പ്രത്യേക താല്പര്യമുള്ള വ്യക്തികളോടല്ലാതെ മറ്റുള്ള വ്യക്തികളെ സ്നേഹിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. പരസ്പരം ഒന്ന് മുഖം നോക്കാനോ ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുവാനോ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു മനസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് സഭയ്ക്കകത്ത് വെളിപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഒരു അനുഭവത്തിൽ നിന്നും മാറി വരുവാൻ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. കാരണം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ലവലേശം പോലും മാലിന്യമുണ്ടാകാൻ പാടില്ല. ലേഖന പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ കാണുന്ന സാധിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലും വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, കറയോ വാട്ടമോ ചുളുക്കമോ എന്നിവ മണവാട്ടി എന്ന് പറയുന്ന സഭയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവരെ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു മണവാട്ടിയായി സഭയെ സ്വീകരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരെ പുറന്തള്ളും. നമുക്കറിയാമല്ലോ 10 കന്യകമാരെ കുറിച്ച് മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഫിലമോൻ എന്ന സഭയ്ക്കകത്തുണ്ടായിരിക്കുന്നതായ ആ ഒരു ചിന്താഗതിയിൽ നിന്നും മാറി വരുവാൻ വേണ്ടി കാരാഗ്രഹത്തിലിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ അവസാന ഭാഗം, അതായത് 5ാമത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: കർത്താവായ യേശുവിനോട് സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാക്കേണ്ടതിന് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിസ്തുവുമായ ഒരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഈ അടിമ എന്ന് പറയുന്ന ഭാഗം മാറണം. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ഈ അടിമത്തത്വത്തെ കുറിച്ച് ചില വാക്കുകൾ പറയുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ മനസ്സുകളിൽ ഇരിക്കുന്ന അടിമത്തത്വം, അവരെന്നെ അനുസരിക്കണം, ഈ ചിന്താഗതി വിട്ടുമാറാമെങ്കിൽ സഭയ്ക്കകത്ത് വിടുതലുണ്ടാകും. കർത്താവായ യേശു ക്രിസ്തു നമ്മോടും നാം ക്രിസ്തുവിനോടും കൂടെ അത്താഴം കഴിക്കുവാൻ ഇടയാകും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ഭാഗം നിങ്ങളുടെ ജീവിതത്തില് ഒരു അനുഗ്രഹമായി തീരും. ഈ അന്ത്യകാലത്ത് കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് വിരാമം കുറിക്കുന്നു. തുടർന്നുള്ളത് നമുക്ക് കാണുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.